നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. കൊല്ലത്തെ MDMAയുമായി 2 പേർ പിടിയിൽ. പത്തനാപുരം സ്വദേശികളാണ് പിടിയിലായത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പൊന്തലത്താരത്ത് നടത്തിയ പരിശോധനയിലായിരുന്നു അറസ്റ്റ്. സംഗീത സംവിധായകൻ രവീന്ദ്രന്റെ കുളത്തൂപ്പുഴയിലെ സ്മാരകം മന്ത്രി PC വിഷ്ണുനാഥ് സ്മാരകം സന്ദർശിച്ചു. തുടർ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ ഉറപ്പാക്കുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ്. അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച്. BJP അംഗങ്ങളുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച്. കാട്ടുപന്നികളുടെയും തെരുവ് നായ്ക്കളുടെയും ശല്യം പരിഹരിക്കണമെന്ന ആവശ്യം. വിയറ്റ്നാമിൽ ബോട്ട് അപകടത്തിൽ മരിച്ച ദമ്പതികൾക്ക് നാടിന്റെ അന്ത്യാഞ്ജലി. വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ സംസ്കാര ചടങ്ങുകൾ. കൊട്ടാരക്കര മർത്തോമ പള്ളിയിൽ സംസ്കാരം നടത്തി. വിശദമായ വാർത്തകളിലേക്ക്. കൊല്ലത്ത് MDMAയുമായി 2 പേർ പിടിയിൽ. പത്തനാപുരം സ്വദേശികളാണ് പിടിയിലായത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പൊന്തലത്താരത്ത് നടത്തിയ പരിശോധനയിലായിരുന്നു അറസ്റ്റ്. പോലീസ് കമ്മീഷണറുടെ ഡാൻസർ സംഘത്തിന് രഹസ്യമായി ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് MDMAയുമായി 2 പേരെ പിടികൂടിയത്. പത്തനാപുരം സ്വദേശികളായ മുഹമ്മദ് കൈഫ്, ബിബിൻ സജു എന്നിവരാണ് പിടിയിലായത്. കുന്തലത്താഴത്തുള്ളയാൾക്ക് നൽകാൻ കൊണ്ടുവന്നതാണ് MDMA എന്ന് ഇവർ പോലീസിനോട് പറഞ്ഞു. കോളേജ് വിദ്യാർത്ഥികൾക്ക് ആണ് ഇവർ പ്രധാനമായും MDMA നൽകുന്നത്. നേരത്തെയും ഇവർ മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുന്നതായി പോലീസ് പറഞ്ഞു. SIമാരായ സായി സേനൻ, ഗോപകുമാർ, ASI അനുവാർനാഥ്, ദിലീപ്, റോയി എന്നിവരടങ്ങുന്ന സംഘമാണ് MDMAയുമായി ഇവരെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. വിയറ്റ്നാമിൽ ബോട്ട് അപകടത്തിൽ മരിച്ച കൊട്ടാരക്കര സ്വദേശികളായ AC തോമസ്, ഭാര്യ ലൗനി എന്നിവരുടെ സംസ്കാരം നടത്തി. കൊട്ടാരക്കര മർത്തോമ പള്ളിയിൽ വൻ ജനാവലിയുടെ സാന്നിധ്യത്തിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ നടത്തിയത്. വിയറ്റ്നാമിലെ ഫുക്വോക്കിന് സമീപമുണ്ടായ അപകടത്തിൽ 15 പേരാണ് മരിച്ചത്. വിയറ്റ്നാം ബോട്ട് അപകടത്തിൽ മരിച്ച കൊട്ടാരക്കര സ്വദേശികളായ AC തോമസ്, ഭാര്യ ലൗനി എന്നിവരുടെ സംസ്കാര ചടങ്ങുകളാണ് നടത്തിയത്. കഴിഞ്ഞ ദിവസം നാട്ടിലെത്തിച്ച മൃതദേഹങ്ങൾ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. രാവിലെ 10 മണി മുതൽ ജൂബിലി മന്ദിര ചാപ്പലിൽ പൊതുദർശനം നടത്തി. 3:30 കൊട്ടാരക്കര മർത്തോമ പള്ളിയിലായിരുന്നു സംസ്കാരം. വിക്ടറി വ്യവസായ ഗ്രൂപ്പ് ഉടമയായ AC തോമസും ഭാര്യ ലൗനിയും 7-ാം തീയതിയാണ് വിനോദയാത്രയ്ക്കായി വിയറ്റ്നാമിലേക്ക് പോയത്. വിയറ്റ്നാമിലെ ഫുക്കോക്കിന് സമീപം ഉണ്ടായ അപകടത്തിൽ 15 പേരാണ് മരിച്ചത്. വൻ ജനാവലിയുടെ സാന്നിധ്യത്തിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ. രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ അന്തിമോപചാരം അർപ്പിക്കാനെത്തി. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച്. BJP അംഗങ്ങളുടെ നേതൃത്വത്തിലാണ് മാർച്ച് സംഘടിപ്പിച്ചത്. കാട്ടുപന്നികളുടെയും തെരുവ് നായ്ക്കളുടെയും ശല്യം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച്. അഞ്ചൽ ഗ്രാമപഞ്ചായത്തിലെ BJP ജനപ്രതിനിധികളുടെ നേതൃത്വത്തിലാണ് ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. കാട്ടുപന്നി, തെരുവുനായ എന്നിവയുടെ ശല്യത്തിന് അടിയന്തര പരിഹാരം ആവശ്യപ്പെട്ടായിരുന്നു മാർച്ച്. അഞ്ചൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച മാർച്ച് പഞ്ചായത്ത് പടിക്കൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം BJP അഞ്ചൽ മണ്ഡലം പ്രസിഡന്റ് ഗിരീഷ് അമ്പാടി ഉദ്ഘാടനം ചെയ്തു. ഇവിടുത്തെ എല്ലാ ജനങ്ങളുടെ വിഷയങ്ങൾക്കും എതിരായി ഇവർ മുഖം തിരിക്കുകയാണ്. സ്വജനപക്ഷപാതവും കെടുകാര്യസ്ഥതയും കുത്തി നിർത്തിക്കൊണ്ടാണ് ഇവരവരുടെ ആ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇവിടെ നേരത്തെ നമ്മുടെ ആദരണീയനായ ഉപേക്ഷണം സൂചിപ്പിച്ചതുപോലെ കൃത്യമായി പറഞ്ഞാല് ഈ അഞ്ചലുള്ള എല്ലാ വിഷയങ്ങളെയും എടുത്ത് അതിന് പരിഹാരം കാണേണ്ട ഇവിടുത്തെ പഞ്ചായത്ത് അധികാരികള് അതിനോട് മുഖം തിരിക്കുന്ന ഒരു സമീപനം മാത്രമല്ല, ഇവിടുത്തെ പഞ്ചായത്തിന്റെ സെക്രട്ടറി ഉണ്ട്. ഇവിടെ 3-4 വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ അദ്ദേഹത്തെ മാഡത്തെ പോയി കാണുമ്പോൾ അവരെപ്പോഴും ഇവിടുത്തെ അധികാരി അല്ലെങ്കിൽ ഭരണത്തിന്റെ പ്രസിഡന്റോ അവരോടൊപ്പം നിൽക്കുന്നവരോ പറയുന്നത് മാത്രം കേൾക്കുവാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്. BJP അംഗങ്ങൾ പന്നിയുടെയും നായുടെയും ചിത്രമുയർത്തിയാണ് അംഗങ്ങൾ പ്രതിഷേധത്തിൽ പങ്കെടുത്തത്. ഉമേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. അതിലും പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനമെടുത്ത് ടോയ്ലറ്റ് നിർമ്മാണത്തിന്
അതുപോലെ അഞ്ചൽ ചന്തമുക്കിൽ വനിതാ വിശ്രമ കേന്ദ്രം, ബ്ലോക്ക് പഞ്ചായത്ത് നിർമ്മിച്ച വനിതാ വിശ്രമ കേന്ദ്രം. അവിടെ ധാരാളം സ്ത്രീകൾ വന്നു പോവുകയും കുട്ടികൾ വരികയും ചെയ്യുന്ന ഒരു വിശ്രമ കേന്ദ്രമാണ്. അവിടുത്തെ ടോയ്ലറ്റുകൾ തുറന്നു കൊടുക്കണമെന്നൊരു ആവശ്യം BJP ജനപ്രതിനിധികൾ, അതും തുറന്നു കൊടുക്കാൻ തീരുമാനിച്ചു. അതുപോലെ മുൻമന്ത്രി രാജു സാറിന്റെ ഫണ്ടിൽ നിന്ന് വിനിയോഗിച്ച് അവിടെ ഒരു കമ്മ്യൂണിറ്റി സെന്റർ നിർമ്മിച്ചത്, അത് തുറന്നു കൊടുക്കണമെന്ന് തീരുമാനിച്ചു. അങ്ങനെ നിരവധിയായ കാര്യങ്ങൾ പഞ്ചായത്ത് കമ്മിറ്റിയിൽ തീരുമാനിക്കും. അതുപോലെ ഒരു തീരുമാനമായിരുന്നു ആദ്യത്തെ കമ്മിറ്റിയിൽ മുതൽ ആവശ്യപ്പെട്ടതാണ്. നമ്മുടെ പ്രദേശത്ത്, മലയോര പ്രദേശത്ത് പന്നിയുടെ ശല്യം വ്യാപകമാണ്. കൃഷിനാശം ഉണ്ടാക്കുന്നു, ആൾനാശം ഉണ്ടാക്കുന്ന തരത്തിൽ പന്നിയുടെ ശല്യം വ്യാപകമായിട്ടുണ്ട്. ആ പന്നി ശല്യം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റിന്റെ തീരുമാനപ്രകാരം ഗൺമാനെ നിയോഗിച്ച് കൂട്ടമായി എത്തുന്ന പന്നിയെ വെടിവെക്കാൻ ഒരു സംവിധാനം ആലോചിച്ചു. അതിന്റെ നടപടിക്രമങ്ങൾ 6 മാസമായും പൂർത്തീകരിച്ച് ആ ഗൺമാന്റെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് അതിന്റെ നടപടികൾ പൊതുജനങ്ങളെ അറിയിച്ച് പന്നിയെ വെടിവെക്കാൻ ഒരു സംവിധാനം പഞ്ചായത്ത് ചെയ്തിട്ടില്ല. ബി ബബുൾദേവ്, ബി ആനന്ദി, PS ജയന്തി, BS മായ, വിനീത കൃഷ്ണകുമാർ, BJP സ്റ്റേറ്റ് കൗൺസിൽ അംഗം സുമൻ ശ്രീനിവാസൻ, ജില്ലാ സെക്രട്ടറി ശ്രീന ഉദയൻ, ജില്ലാ കമ്മിറ്റി അംഗം N അജിത് കുമാർ, മണ്ഡലം ജനറൽ സെക്രട്ടറി വൈക്കൽ വിജയൻ, കമ്മിറ്റി അംഗങ്ങളായ G കൃഷ്ണകുമാർ, S സുധീഷ് കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ഉന്നത വിജയം നേടിയ തൊഴിലാളികളുടെ മക്കൾക്ക് CITU ഉപഹാരം നൽകി. തൊഴിലാളികളുടെ മക്കളിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ചവരെ ഉപഹാരം നൽകി അനുമോദിച്ചു. തൊഴിലാളികളുടെ മക്കളിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയാണ് CITU കൊല്ലം ജില്ലാ കമ്മിറ്റി അനുമോദിച്ചത്. BCom LLB പരീക്ഷയിൽ 1ാം ക്ലാസ്സോടെ വിജയിച്ച ചുമട്ടുതൊഴിലാളിയായ നസീറിന്റെ മകൾ നിസ്മിയ നസീർ, +2 പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് P സജിയുടെ മകൾ നിരഞ്ജന SR എന്നിവരെ ജില്ലാ കമ്മിറ്റി ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചു. ജില്ലാ സെക്രട്ടറി S ജയമോഹൻ ഉപഹാരങ്ങൾ സമ്മാനിച്ചു. ചെയ്തുകൊണ്ടാണ് CITUവിന്റെ പരിശീലനം ഇത്തവണ ആചരിച്ചത്. കൊല്ലം ഏരിയ കമ്മിറ്റി, കൊല്ലത്തെ നേതാക്കന്മാർ പങ്കെടുത്തു. 2 കശുവണ്ടി മേഖലയിലെ ശമ്പള പരിഷ്കരണം നമ്മുടെ ഗവൺമെന്റിന്റെ കാലത്ത് തന്നെ കരാറ് IRC അംഗീകരിച്ചതാണ്. അതിന് മന്ത്രി അംഗീകരിച്ച് ഉത്തരവ് പുറപ്പെടുവിക്കും. അത് നമ്മുടെ ഗവൺമെന്റിന്റെ കാലത്ത് നടന്നില്ല. അപ്പോൾ ജിയോ ഗവൺമെന്റ് ഇറക്കിയിട്ടുണ്ട്. അത് പരിശോധിച്ചൊരു ദിനം ആചരിച്ചു. വലിയ പരിപാടിയായിട്ടൊന്നും ഞാൻ കണ്ടില്ല. ഓപ്പറേഷൻ മുമ്പിലൊന്നും ഒന്നുമില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതൊരു നല്ല ഒരു ക്യാമ്പയിൻ എടുക്കേണ്ടതാണ്. എങ്ങനെ എടുത്തതെന്ന് അവർ പറയുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ. അതാണൊന്നും നമ്മൾ ഏത് പരിപാടി എടുക്കുമ്പോഴും ചടങ്ങിന് വേണ്ടി ആക്കരുത്. അതിൽ തൊഴിലാളികളെ വിളിച്ചു കൂട്ടണം, അവരോട് പറയണം. അവർ ആവേശഭരിതരായി നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കണം. മറ്റുള്ളവരുടെ മനസ്സിൽ കൂടി നമ്മൾ എടുക്കുന്ന കാര്യം എത്തിയെങ്കിൽ മാത്രമേ നമുക്ക് പ്രയോജനം ഉണ്ടാവൂ എന്നുള്ളത് പല സമരങ്ങളും നടക്കുമ്പോൾ കാണുന്ന ഒരു കാര്യമായതുകൊണ്ട് അത് ചൂണ്ടിക്കാണിച്ചതാണ്. അനുമോദന ചടങ്ങിൽ CITU ജില്ലാ പ്രസിഡന്റ് B തുളസീധരക്കുറുപ്പ് അധ്യക്ഷത വഹിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. വിലക്കയറ്റത്തിലും ഇന്ധനവില വർധനവിലും പ്രതിഷേധിച്ച് ധർണ നടത്തി. ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്ക് കുണ്ടറ മണ്ഡലം കമ്മിറ്റിയാണ് ധർണ നടത്തിയത്. കുണ്ടറ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിലായിരുന്നു പ്രതിഷേധം. കേന്ദ്ര സർക്കാർ പെട്രോളിനും ഡീസലിനും വിലക്കയറ്റത്തിലും ഇന്ധനവില വർധനവിലും പ്രതിഷേധിച്ചാണ് ഫോർവേഡ് ബ്ലോക്ക് കുണ്ടറ മണ്ഡലം കമ്മിറ്റി കുണ്ടറ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചത്. ജില്ലാ സെക്രട്ടറി സ്റ്റാലിൻ പാരിപ്പള്ളി ധർണ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ സാമ്പത്തിക നയങ്ങളാണ് രാജ്യത്ത് വിലക്കയറ്റം രൂക്ഷമാക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മുടെ രാജ്യത്ത് അധികാരത്തിലിരിക്കുന്ന BJP നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റാണ് നമ്മുടെ രാജ്യത്ത് അധികാരത്തിലിരിക്കുന്നത്. കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് BJPയുടെ നേതാക്കന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ക്ഷേത്രത്തിന്റെ പേരിൽ വലിയ കൊള്ളയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അത്തരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റ്. അപ്പൊ രാജ്യത്തൊരു ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് BJP ഗവൺമെന്റ് രാജ്യം ഭരിക്കുന്നത്. അതിനെതിരായി പ്രതിപക്ഷമായിട്ടുള്ള ഇന്റർനാഷണൽ കോൺഗ്രസിന്റെയും മറ്റ് ഇടത് പാർട്ടികളുടെയും എല്ലാം നേതൃത്വത്തിൽ വലിയ പ്രക്ഷോഭങ്ങൾ രാജ്യത്ത് നടന്നുകൊണ്ടുവരികയാണ്. നയങ്ങൾക്കെതിരായി, ജനദ്രോഹ നയങ്ങൾക്കെതിരായി കേന്ദ്ര ഗവൺമെന്റിന്റെ ഓഫീസിന് മുന്നിലേക്ക് നമ്മളുടെ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യഘട്ടം എന്നുള്ള നിലയിൽ പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊല്ലം ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് നമ്മൾ വാഹനം കെട്ടിവലിച്ചുകൊണ്ട് ഒരു പ്രതീകാത്മക സമരം കൊല്ലത്ത് നമ്മൾ നടത്തുകയുണ്ടായി. തുടർന്ന് ഇപ്പോ മണ്ഡലം തലങ്ങളിലും ഇത്തരത്തിലേക്കുള്ള സമരം നമ്മൾ വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രകാശ് മയൂരി അധ്യക്ഷത വഹിച്ചു. ഹരീഷ് മുളവന സ്വാഗതം പറഞ്ഞു. TUCC സംസ്ഥാന ജനറൽ സെക്രട്ടറി അജിത്ത് കുരീപ്പുഴ, സംസ്ഥാന കമ്മിറ്റി അംഗം ഹിഷാം, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സെൽവൻ ആനേജത്ത്, H സലാഹുദ്ദീൻ ബായി, ഹാഷിർ മൈനാഗപ്പള്ളി, ജിജിമോൻ, രമേശൻ,
യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് ഷംനാദ് മുതിരപ്പറമ്പ, നീതു മുളവന, ദീപ്തി, രാജേഷ് മൺട്രോ, മോഹനൻ, ശിവപ്രസാദ, രാജൻ, സലീം, തങ്കച്ചൻ, തുളസി, ശശികുമാർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. ടൈറ്റാനിയം കോംപ്ലക്സ് എംപ്ലോയീസ് കോൺഗ്രസിന്റെ നവീകരിച്ച INTUC ഭവൻ വ്യാഴാഴ്ച ഉദ്ഘാടനം ചെയ്യും. മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ടൈറ്റാനിയം കോംപ്ലക്സ് എംപ്ലോയീസ് കോൺഗ്രസ് INTUC ഭവന്റെ ഉദ്ഘാടനമാണ് വ്യാഴാഴ്ച വൈകിട്ട് നടക്കുന്നത്. ഉച്ചകഴിഞ്ഞ് 3-ന് മുഖ്യമന്ത്രി VD സതീശൻ INTUC ഭവൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ കൊല്ലത്ത് അറിയിച്ചു. ടൈറ്റാനിയം ജംഗ്ഷനിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ വർക്കിംഗ് പ്രസിഡന്റ് R ജയകുമാർ അധ്യക്ഷത വഹിക്കും. മന്ത്രി PC വിഷ്ണുനാഥ് അവാർഡ് ദാനം നിർവഹിക്കും. നിയമസഭാ സാമാജികനായി 25 വർഷം പൂർത്തിയാക്കിയ മുഖ്യമന്ത്രിയെ മന്ത്രി ബിന്ദു കൃഷ്ണ ആദരിക്കും. മന്ത്രി ഷിബു ബേബി ജോൺ മുഖ്യപ്രഭാഷണം നടത്തും. NGO അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് AP സുനിലിനെ NK പ്രേമചന്ദ്രൻ MP ആദരിക്കും. അതുമായി ബന്ധപ്പെട്ട് ചേരുന്ന സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട മന്ത്രിമാർ ശ്രീമതി ബിന്ദു കൃഷ്ണ, ശ്രീ PC വിഷ്ണുനാഥ്, ശ്രീ ഷിബു ബേബി ജോൺ ഉൾപ്പെടെയുള്ള മന്ത്രിമാരും, ശ്രീ NK പ്രേമചന്ദ്രൻ, ശ്രീ CR മഹേഷ് MLA തുടങ്ങിയ പ്രമുഖ നേതാക്കളും പങ്കെടുക്കുന്നതാണ്. കഴിഞ്ഞ 15 വർഷക്കാലമായിട്ട് ഞങ്ങളുടെ യൂണിയൻ്റെ പ്രസിഡന്റാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. അതുപോലെ അദ്ദേഹം ഞങ്ങളുടെ എല്ലാ കാര്യത്തിലും വളരെ ആത്മാർത്ഥമായി ഞങ്ങളെ സഹായിക്കുന്ന ഒരാളാണ്. കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് കേരളത്തിലെ പ്രതിപക്ഷമായിട്ട് പ്രവർത്തിക്കുമ്പോൾ KMML എന്ന് പറഞ്ഞ ആ വ്യവസായ സ്ഥാപനത്തെ ഒരു പ്രത്യേക താല്പര്യത്തോട് കാണുകയും ഞങ്ങളുടെ എല്ലാ വിഷയങ്ങൾക്കും എല്ലാ മീറ്റിങ്ങുകൾക്കും കൃത്യമായി പങ്കെടുക്കുകയും ചെയ്യുന്ന ഒരാളാണ് ബഹുമാനപ്പെട്ട VD സതീശൻ. അദ്ദേഹത്തിൻ്റെ ഒരു താല്പര്യം അനുസരിച്ചാണ് ഞങ്ങൾ ഒരു നവീകരണ പ്രവർത്തനങ്ങളൊക്കെ നടത്തി. ഏതാണ്ട് 6 മുറി മുകളിലുണ്ടാക്കി നമ്മുടെ ജീവനക്കാർക്ക് താമസിക്കാനുള്ള ഒരു അപ്പാർട്ട്മെൻ്റ് ആക്കി മറ്റെല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കി അതിന് ആ തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നതിനാണ് നാളെ പരിപാടി വെച്ചിട്ടുള്ളത്. CR മഹേഷ് MLA, DCC പ്രസിഡന്റ് P രാജേന്ദ്ര പ്രസാദ് എന്നിവർ പങ്കെടുക്കുമെന്ന് ടൈറ്റാനിയം കോംപ്ലക്സ് എംപ്ലോയീസ് കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റ് R ജയകുമാർ, ജനറൽ സെക്രട്ടറി R ശ്രീജിത്ത്, ട്രഷറർ S ഷാജി, വൈസ് പ്രസിഡന്റ് G ശ്രീനിവാസൻ, സെക്രട്ടറി KV ഗോപകുമാർ എന്നിവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പാത്രത്തിൽ തലകുടുങ്ങിയ 1.5 വയസ്സുകാരന് രക്ഷകരായി അഗ്നിരക്ഷാസേന. നീണ്ടകര കരുത്തുറയിലാണ് സംഭവം. വീട്ടുമുറ്റത്ത് കളിക്കുന്നതിനിടെയാണ് കുട്ടിയുടെ തല പാത്രത്തിൽ കുടുങ്ങിയത്. നീണ്ടകര കരുത്തുറയിൽ കളിക്കുന്നതിനിടെ അലുമിനിയം പാത്രത്തിൽ തലകുടുങ്ങിയ 1.5 വയസ്സുകാരനെ അഗ്നിരക്ഷാസേന രക്ഷപ്പെടുത്തി. കരുത്തുറ തോപ്പിൽ കൊച്ചുവീട്ടിൽ ജോബിൻ ഡയാന ദമ്പതികളുടെ മകൻ ഏതൻ ജോബിന്റെ തലയിലാണ് കഴിഞ്ഞ ദിവസം രാവിലെ പാത്രം കുടുങ്ങിയത്. വീട്ടുമുറ്റത്ത് വെച്ചായിരുന്നു സംഭവം. കളിക്കുന്നതിനിടെ കുട്ടി പാത്രം തലയിൽ വെക്കുകയും തല പൂർണ്ണമായും പാത്രത്തിൽ കുടുങ്ങുകയുമായിരുന്നു. കുട്ടിയുടെ കരച്ചിൽ കേട്ട് ഓടിയെത്തിയ വീട്ടുകാർ പലവിധത്തിൽ ശ്രമിച്ചെങ്കിലും പാത്രം ഊരിയെടുക്കാൻ കഴിഞ്ഞില്ല. തുടർന്ന് പഞ്ചായത്ത് അംഗം ഡയാന രച്ചു എത്തി ചവറ അഗ്നിരക്ഷാസേന ഓഫീസിൽ വിവരമറിയിച്ചു. സേനാംഗങ്ങളെത്തി കട്ടർ, സ്പ്രൈഡർ എന്നിവ ഉപയോഗിച്ചാണ് പാത്രം മുറിച്ചു മാറ്റിയത്. സ്റ്റേഷൻ ഓഫീസർ അജയ് ഘോഷ്, സേനാംഗങ്ങളായ ഗോപകുമാർ, നഹാസ്, അരുൺരാജ്, ഉല്ലാസ്, K ശ്രീകുമാർ, ഹോംഗാർഡ് അനൂപ് കുമാർ എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ചവറ. ലോകത്തെ മികച്ച മാതൃകകളും മാറ്റങ്ങളും കായംകുളത്തെത്തിക്കുമെന്ന് മന്ത്രി M ലിജു. മിനിസ്റ്റേഴ്സ് എക്സലൻസ് അവാർഡുകൾ വിതരണം ചെയ്യുകയായിരുന്നു മന്ത്രി. പുതുതലമുറയുടെ സ്വപ്നങ്ങളും ആശയങ്ങളും സാക്ഷാത്കരിക്കാൻ ഒപ്പമുണ്ടാകുമെന്ന് മന്ത്രി പറഞ്ഞു. വേരുകളിൽ ഊന്നി നിൽക്കുന്ന പ്രലോഭനങ്ങളെ ചെറുക്കുന്ന നവസൃഷ്ടാക്കളാകും കായംകുളത്തിന്റെ പുതുതലമുറയെന്ന് മന്ത്രി M ലിജു പറഞ്ഞു. കായംകുളത്ത് മിനിസ്റ്റേഴ്സ് എക്സലൻസ് അവാർഡുകൾ വിതരണം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കുട്ടികളുടെ സ്വപ്നങ്ങളും ആശയങ്ങളും സാക്ഷാത്കരിക്കാൻ ഒപ്പമുണ്ടാവും. പുതുതലമുറയ്ക്ക് ഭാവിയിലെ സ്വപ്നങ്ങളെ കുറിച്ച് അറിയാൻ അവസരമൊരുക്കും. ഇതിനായി ലോകത്തെ മികച്ച മാതൃകകളും മാറ്റങ്ങളും കായംകുളത്ത് കൊണ്ടുവരുമെന്നും മന്ത്രി പറഞ്ഞു. മക്കളെക്കാൾ കൂടുതൽ അഭിമാനം തീർച്ചയായിട്ടും അവരെ വളർത്തുന്ന മാതാപിതാക്കൾക്കും മറ്റ് ബന്ധുക്കൾക്കുമാണ്. മലയാളിയുടെ ഒരു ജീവിതം തന്നെ അങ്ങനെയാണ്. ജീവിക്കുന്നത് സ്വന്തമായി ജീവിക്കാറുണ്ടോ എന്ന ചോദ്യത്തിന് ഓരോരുത്തരും ജീവിക്കുന്നത് അവരുടെ മക്കൾക്ക് വേണ്ടിയാണ്. മക്കൾ കഴിഞ്ഞാൽ പിന്നെ ചെറുമക്കളായി. ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തിൽ മാത്രമാണ് പലപ്പോഴും സ്വന്തം ജീവിതത്തെ കുറിച്ച് ചിന്തിക്കാറുള്ളത്.
അതുകൊണ്ട് ഞാൻ അവരെ അഭിനന്ദിക്കുന്നതോടൊപ്പം കുഞ്ഞുങ്ങളെ അഭിനന്ദിക്കുന്നതോടൊപ്പം ഈ ചേർത്ത് പിടിച്ചിരിക്കുന്ന കരങ്ങളെ കൂടി അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. അപ്പൊ നമ്മൾ സംസാരിക്കുന്ന എനിക്ക് മുമ്പ് സംസാരിച്ച ബഹുമാന്യരായ രണ്ട് നമ്മുടെ വിശിഷ്ട വ്യക്തിത്വങ്ങൾ, ആദരണീയനായ അച്യുത് ശങ്കർ സാർ നമ്മുടെ ഭാവിയെക്കുറിച്ച് മനോഹരമായ അല്ലെങ്കിൽ ഭാവിയുടെ കാഴ്ചകൾ നമ്മെ കാണിച്ചത്. നമ്മോടൊപ്പം നിൽക്കുന്ന ഹ്യൂമനോയിഡ് റോബോട്ടുകളെ കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. നമുക്ക് വേണ്ടി ജോലി ചെയ്യുന്ന, നമുക്ക് വേണ്ടി ചിന്തിക്കുന്ന, നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന യന്ത്രമനുഷ്യർ. ഇതൊക്കെ നടക്കുമോ എന്നൊരു ചോദ്യത്തിന് നടക്കുമെന്ന് തന്നെയാണ് ഉത്തരം. ഒരു സംശയം ആ കാര്യത്തിൽ ആർക്കും വേണ്ട. ഷാഫി പറമ്പിൽ MP സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സെക്കൻഡ് വരെ ഞാൻ വിചാരിച്ചത് ഹീസ് പ്രിപ്പയറിംഗ് യു ഫോർ അവർ ഫ്യൂച്ചർ. നാടിന്റെ നല്ല നാളേക്ക് വേണ്ടി നിങ്ങളെ ഒരുക്കുകയാണ് നിങ്ങളുടെ MLA എന്നുള്ളതാണ് അദ്ദേഹം പ്രസംഗിക്കുന്നത് വരെയും ഞാൻ മനസ്സിൽ കുറിച്ചു വെച്ചിരുന്ന ആശയം. പക്ഷെ ചുരുങ്ങിയ വാക്കുകളിൽ അദ്ദേഹം നിങ്ങളെ അഡ്രസ് ചെയ്തപ്പോൾ അപ്പൊ എനിക്ക് അതിനോട് ഒരു വരിയും കൂടെ ചേർക്കാൻ ആഗ്രഹം തോന്നുകയാണ്. നാടിനെ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുകയാണ് നിങ്ങളുടെ MLA എന്നുള്ളത് കൂടെ ഈ വേദിയിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇത്തരം ഒരു ഇനീഷ്യേറ്റീവ്, ഈ ഒരു ഇനീഷ്യേറ്റീവിന്റെ ആകെത്തുക അതാണ്. നാട് നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങൾ നാടിന് വേണ്ടിയും നമ്മൾ നമുക്ക് വേണ്ടിയും ഒരുങ്ങുന്നതിനെ കായംകുളത്തിന്റെ നാളെ സംബന്ധിച്ചുള്ള സ്വപ്നങ്ങളുടെ കരുത്ത് പകരാൻ പ്രൗഡ് കായംകുളം എന്നുള്ളത് ഏതെങ്കിലും ഒരു ഇനീഷ്യേറ്റീവിന്റെ പേര് മാത്രമല്ല, അത് നാളെ ഈ നാടിന്റെ അഭിമാന ബോധമായി മാറുമെന്ന് സ്വപ്നം കാണുന്ന ഒരു ജനപ്രതിനിധിയുടെ മനോഹരമായ ഒരു ഇനീഷ്യേറ്റീവിൽ ഈ സംഗമത്തിൽ വേദിയിലെ പ്രഗത്ഭന്മാരായ ആളുകളോടൊപ്പം നിങ്ങൾക്കുമൊപ്പം അല്പസമയം ചെലവിടാൻ അവസരം ലഭിച്ചതിന്, എന്നെ ക്ഷണിച്ചതിന് കേരളത്തിന്റെ എക്സൈസ് സഹകരണ വകുപ്പ് മന്ത്രിയോട് ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും ഈ വേദിയിൽ അറിയിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു. ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ വൈസ് ചെയർമാൻ ഡോക്ടർ അച്യുത് ശങ്കർ മുഖ്യ പ്രഭാഷണം നടത്തി. ആലപ്പുഴ SD കോളേജ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സജിത് തേവൂരേത്ത് മുഖ്യാതിഥിയായിരുന്നു. പത്മശ്രീ G ദേവകിയമ്മയെ ചടങ്ങിൽ ആദരിച്ചു. കായംകുളം നിയോജക മണ്ഡലത്തിൽ ഇന്ന് SLC, ഹയർ സെക്കൻഡറി, CBSE, ICSE, ISE പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും 90% മുകളിൽ മാർക്ക് നേടിയവർക്കും ഉന്നത ബിരുദം നേടിയവർക്കും കലാകായിക രംഗത്തെ മികച്ച പ്രതിഭകൾക്കുമാണ് മന്ത്രി M ലിജു മിനിസ്റ്റേഴ്സ് എക്സലൻസ് അവാർഡ് ഏർപ്പെടുത്തിയത്. ന്യൂസ് ബ്യൂറോ, കായംകുളം. തൊടിയൂർ ഗവൺമെന്റ് LP സ്കൂളിൽ റീഡേഴ്സ് തിയേറ്ററിന് തുടക്കമായി. കൊല്ലം ജില്ലയിൽ ആദ്യമായാണ് പൊതുവിദ്യാലയങ്ങളിൽ റീഡേഴ്സ് തിയേറ്റർ ആരംഭിച്ചത്. കുട്ടികളിൽ വായനാശീലം വളർത്തിയെടുക്കുകയാണ് ലക്ഷ്യം. കൊല്ലം ജില്ലയിലെ പൊതുവിദ്യാലയങ്ങളിൽ ആദ്യമായാണ് റീഡേഴ്സ് തിയേറ്റർ എന്ന മാതൃകാപരമായ ആശയത്തിന് തുടക്കം കുറിച്ചത്. 2 മാസത്തിലൊരിക്കൽ റീഡേഴ്സ് തിയേറ്ററിൽ കുട്ടികൾ പുസ്തകങ്ങൾ അവതരിപ്പിക്കും. ഇംഗ്ലീഷിലും മലയാളത്തിലുമുള്ള പാഠപുസ്തകങ്ങളെ അടിസ്ഥാനമാക്കിയാണ് തുടക്കമെന്ന നിലയിൽ റീഡേഴ്സ് തിയേറ്റർ അവതരിപ്പിച്ചത്. 1 മുതൽ 4ാം ക്ലാസ് വരെയുള്ള എല്ലാ വിദ്യാർത്ഥികളും ഇതിൽ പങ്കാളിയായി. കരുനാഗപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി V വിജയകുമാർ റീഡേഴ്സ് തിയേറ്റർ ഉദ്ഘാടനം ചെയ്തു. 17 വയസ്സുള്ള 6 കുട്ടികൾ നമ്മുടെ തൊടിയൂർ പഞ്ചായത്തിന്റെ തൊടിയൂർ ഭാഗത്തിനിടയ്ക്ക് വലിയ അപകടത്തിൽ പോയി, 2 പേർ മരിക്കുകയും ചെയ്തു. അവർക്കൊക്കെ ഈ എന്തൂസിയാസ്റ്റിക് ആയിട്ടിരിക്കുന്ന ഒരു കുട്ടിയും 18 വയസ്സിൽ MDMA ഉപയോഗിക്കുമെന്ന് കരുതി അല്ല അവർ ജനിച്ചത്. അവരെ അങ്ങനെ ആക്കി നിർത്തുന്ന സാമൂഹ്യ സാഹചര്യമുണ്ട്. ആ സാഹചര്യം വീട്ടിലും, ആ സമ്മർദ്ദം വീട്ടിലും സ്കൂളിലും ഇല്ലാതെയാക്കിയാൽ നമ്മളുടെ കുട്ടികൾ അസാധ്യമായ ഒരു ജീവിത വിജയത്തിന്റെ മാതൃകയിൽ അതിന് പാഠപുസ്തകത്തിലെ മാത്രം പ്രധാനപ്പെട്ട ഘടകമേ അല്ല. അവരുടെ മുമ്പിലേക്ക് ഒരു ചോദ്യം വന്നാൽ അവരതിന് മറുപടി പറയുമോ? അവരൊരു കാര്യം ആക്ട് ചെയ്ത് കാണിക്കാൻ പറഞ്ഞാൽ ചെയ്യുമോ? അവർക്ക് ഗ്രൂപ്പുണ്ടോ? അവർ ബന്ധു വീട്ടിൽ പോകുമോ? അവർക്ക് പരിസര പഠനമുണ്ടോ? ഇതൊക്കെയാണ് ഈ കുട്ടിയെ പ്രതിഭയാക്കി മാറ്റാനുള്ള കാരണം. അതിലൊന്നാമത്തെ കാരണമാണ് ഇപ്പോൾ ഈ നടക്കുന്ന, ഒന്നാമത്തെ ഗംഭീരമായ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ ഈ നടക്കുന്ന റിലീസ് ചെയ്തത്. കഴിഞ്ഞ വർഷത്തെ മികച്ച സംയുക്ത ഡയറി എഴുതിയ ദേവിക R, ജഗന്നാഥ് J, വായനാവാര അമ്മ വായനയോടനുബന്ധിച്ച മികച്ച ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കിയ ശ്രീജ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. പ്രഥമാധ്യാപകൻ C അജിത് കുമാർ, SMC വൈസ് ചെയർമാൻ ഷബ്ന മുസ്തഫ, അധ്യാപകരായ ഷാൻ ഇബ്രാഹിം, നീന ഹനീഫ, RP മാളു, നൂർജഹാൻ, റീന എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. കല്ലുംതാഴം മേൽപ്പാല നിർമ്മാണം ഉടൻ പൂർത്തിയാകുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. സ്ഥലം സന്ദർശിച്ച് നിർമ്മാണ പുരോഗതി അദ്ദേഹം വിലയിരുത്തി. മേൽപ്പാലവും റെയിൽവേ ഓവർബ്രിഡ്ജും യാഥാർത്ഥ്യമാകുന്നതോടെ മേഖലയിലെ ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരമാകുമെന്നും മന്ത്രി അറിയിച്ചു.
ദേശീയപാത 66 ആറുവരി പാതയാക്കുന്നതിന്റെ ഭാഗമായാണ് കല്ലുന്താഴം മുതൽ അയത്തിൽ വരെയുള്ള ഭാഗത്ത് ഗതാഗതം നിരോധിച്ചിട്ടുള്ളത്. 1.5 മാസമായി ഇതുവഴിയുള്ള ഗതാഗതം സമീപത്തെ മറ്റു റോഡുകളിലൂടെയാണ് നടക്കുന്നത്. യാത്രാക്ലേശം മൂലം ജനങ്ങൾ ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിലായിരുന്നു മന്ത്രി സ്ഥലം സന്ദർശിച്ചത്. കാലാവസ്ഥ അനുകൂലമായാൽ ഈ മാസം അവസാനത്തോടെ നിർമ്മാണം തീർക്കാനാകുമെന്ന് ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. പ്രവൃത്തികൾ പരമാവധി വേഗത്തിലാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു. മേൽപ്പാലത്തിന് സമീപത്തായി NH 744-നെയും 66-നെയും ബന്ധിപ്പിച്ച റെയിൽവേ മേൽപ്പാലം പണിയും. ഇതിന്റെ പ്രപ്പോസൽ ദേശീയപാത അതോറിറ്റിയുടെ പരിഗണനയിലാണ്. മേൽപ്പാലം യാഥാർത്ഥ്യമാകുന്നതോടെ പ്രദേശത്തെ ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരമുണ്ടാകുമെന്ന് മന്ത്രി പറഞ്ഞു. കമ്പനി ആവർത്തിച്ച് പറയുന്നു, ഇതേ കാലാവസ്ഥ കിട്ടുകയാണെങ്കിൽ ഈ റോഡ് എൻ്റെ ഒരു സൈഡ്, എൻ്റെ ഒരു ഭാഗം 3 ലൈൻ എന്നുള്ള നിലയിലേക്ക് ഗതാഗതത്തിന് 22 അവർ പറഞ്ഞേക്കുന്നത്. പക്ഷെ നമുക്ക് നോക്കാം, നമ്മൾ കുറച്ചുകൂടെ ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്ക് തോന്നിയ പോലെ തന്നെ അല്പം കൂടെ സമയം എടുത്തേക്കുമെന്നാണ് എനിക്കും തോന്നുന്നത്. പക്ഷെ അവർ തറപ്പിച്ച് പറയുന്നുണ്ട്, ഒരാഴ്ചയ്ക്ക് ഈ കാലാവസ്ഥ ഉണ്ടെങ്കിൽ ഒരാഴ്ചയ്ക്ക് തുറന്നു കൊടുക്കാമെന്ന് പറയാം. കാരണം ഈ ഒരാഴ്ചയ്ക്ക് തുറന്നു കൊടുക്കണമെങ്കിൽ പോലും ഒരു സൈഡ് പോലും ഇപ്പോഴും സൈഡ് ബോർഡ് അടക്കം പൂർത്തിയായിട്ടില്ല. ഇപ്പോഴും മണ്ണിട്ട് ഫില്ല് ചെയ്യേണ്ട പല സ്ഥലങ്ങളുമുണ്ട്. അല്ല, ഞാൻ ആദ്യമായിട്ട് റിവ്യൂവിന് പറഞ്ഞു, ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ഒരു റിവ്യൂവിന് എത്തുന്നത്. ഞാനിപ്പോൾ അവരെ അവിശ്വസിക്കുന്നില്ല. അവർ പറഞ്ഞത് ശരിയാകട്ടെ എന്ന് വിശ്വസിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് അന്നേരം നോക്കാം. ഈ ഇവിടുത്തെ പ്രാദേശികമായുള്ള ജനങ്ങളുടെ ബുദ്ധിമുട്ട് അതിനൊരു പരിഹാരം വേഗത്തിലുണ്ടാകുമോ? കാരണം ഈ സർവീസ് റോഡിൻ്റെ വിഷയത്തിൽ അതാണ് പറഞ്ഞത്. അതിപ്പം ഇനിയിപ്പം ഗവൺമെൻറ്റിൽ നിന്ന് കളക്ടർ ഗവൺമെൻറ്റിന് വേണ്ടി നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് ഒരു പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അനിവാര്യത ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഡൽഹിയിൽ തുടർന്നുള്ള കാര്യങ്ങൾ ഇടപെടാൻ ബഹുമാനപ്പെട്ട MP-യുമായി ചർച്ച ചെയ്ത് MP-യുടെ പങ്കെടുത്തിട്ടാണ് മീറ്റിംഗ് കൂടിയതും ഇതെല്ലാം. അത് തീർച്ചയായിട്ടും MP-ക്ക് അറിയാവുന്നതാണ്. MP-യുടെ ഇടപെടലിലൂടെ വരുമ്പോൾ അത് സാധ്യമാകും എന്ന് തന്നെയാണ് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നത്. ജില്ലാ കളക്ടർ ആനി ജൂല തോമസ്, ദേശീയപാത ഡെപ്യൂട്ടി കളക്ടർ M ഉഷാകുമാരി, ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥർ എന്നിവരും മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. സംഗീത സംവിധായകൻ രവീന്ദ്രന് കുളത്തൂപ്പുഴയിൽ നിർമ്മിക്കുന്ന സ്മാരകത്തിന്റെ തുടർ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ ഉറപ്പാക്കുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ്. കുളത്തൂപ്പുഴയിലെ സ്മാരകം മന്ത്രി സന്ദർശിച്ചു. 38 സെന്റ് സ്ഥലത്താണ് സ്മാരകം നിർമ്മിക്കുന്നത്. ആദ്യഘട്ട നിർമ്മാണം പൂർത്തീകരിച്ചു. രവീന്ദ്രൻ സ്മാരക പ്രധാന കെട്ടിട സമുച്ചയത്തിന്റെ പ്രവർത്തികൾ അവസാന ഘട്ടത്തിലാണ്. 1 കോടി രൂപയാണ് നിർമ്മാണ ചെലവ്. സാംസ്കാരിക വകുപ്പും കുളത്തൂപ്പുഴ പഞ്ചായത്തും ചേർന്നാണ് സ്മാരകം നിർമ്മിക്കുന്നത്. തുടർ നിർമ്മാണ പ്രവൃത്തികൾ വേഗത്തിലാക്കി പദ്ധതി പൂർത്തിയാക്കും. സ്മാരകത്തിന്റെ ഭാഗമായി നിർമ്മിക്കുന്ന രാഗസരോവരം ഓപ്പൺ എയർ ഓഡിറ്റോറിയം വരുമാനദായകമായ പദ്ധതിയായി നടപ്പാക്കാമെന്നും പഞ്ചായത്ത് തുടർ നടപടികൾ സ്വീകരിക്കണമെന്നും മന്ത്രി അറിയിച്ചു. വളരെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ്. കാരണം രവീന്ദ്ര മാഷിനെ നമ്മൾ ഓർക്കുന്ന, അദ്ദേഹത്തിന്റെ സംഭാവനകളെ അനുസ്മരിക്കുന്ന ഒരു കേന്ദ്രമാണ് പഞ്ചായത്ത്. അദ്ദേഹത്തിന്റെ ജന്മനാട്, അദ്ദേഹത്തിന് നൽകുന്ന ഒരു ആദരവ് കൂടിയാണ് ഈ സ്മാരകം. ഇത് വളരെ മനോഹരമായി അദ്ദേഹത്തിന്റെ ഓർമ്മകളെ നിലനിർത്തുന്ന ഒരു സ്മാരകമായിട്ട് ശ്രീ രാജീവ് അഞ്ചൽ അത് ഡിസൈൻ ചെയ്ത് പഞ്ചായത്ത് അതിനകത്ത് വലിയ താല്പര്യം കാണിച്ച് പഞ്ചായത്തും സാംസ്കാരിക വകുപ്പും MLA ഫണ്ടും ഒക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. പക്ഷെ പഞ്ചായത്തിന്റെ നല്ല ഇനിഷ്യേറ്റീവ് ഇക്കാര്യത്തിലുണ്ട്. അപ്പോൾ അതിന്റെ നിർമ്മാണത്തിന്റെ 2ാം ഘട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 1ാം ഘട്ടം പൂർത്തിയായിട്ടുണ്ട്. 2ാം ഘട്ടം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2ാം ഘട്ടം പൂർത്തിയായാലും ഇത് ഇവരെല്ലാം ആഗ്രഹിച്ചതുപോലെ വിഭാവനം ചെയ്തതുപോലെ വരണമെങ്കിൽ മറ്റു ചില സപ്പോർട്ടും കൂടെ വേണം. അതാണ് ഇന്നിപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഭാരവാഹികളും സാംസ്കാരിക വകുപ്പിന്റെ മന്ത്രി എന്ന നിലയിൽ എന്നോട് അഭ്യർത്ഥിച്ചു. നേരിട്ട് കാണുക എന്ന താല്പര്യത്തിലാണ് ഇവിടെ വന്നത്. കാര്യങ്ങൾ നേരിട്ട് കണ്ടു, മനസ്സിലാക്കി. ഇത് വിഭാവനം ചെയ്ത രൂപത്തിൽ തന്നെ പൂർത്തിയാക്കുന്നതിനാവശ്യമായ പിന്തുണ ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടാകും. കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M സൈനബ ബിബി, വൈസ് പ്രസിഡന്റ് സാബു എബ്രഹാം, പഞ്ചായത്ത് അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ലഹരി വിരുദ്ധ റാലി സംഘടിപ്പിച്ചു. അഞ്ചൽ യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് റാലി സംഘടിപ്പിച്ചത്. പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി അഞ്ചൽ യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് ലഹരി വിരുദ്ധ റാലി സംഘടിപ്പിച്ചത്. അഞ്ചൽ SHO ബിജു SA ഫ്ളാഗ് ഓഫ് ചെയ്തു. നമ്മുടെ ഓരോ കുടുംബത്തെയും നാടിനെയും രാജ്യത്തെയും തന്നെ നശിപ്പിക്കുന്നു. ലഹരി ഉപയോഗത്തിൽ നിന്ന് യുവതലമുറയെ പിന്തിരിപ്പിക്കുവാനും ലഹരി
ഭൂമിയാം നാടിന്റെ അഭിമാനമാണ് പ്രസ്ഥാനത്തിൽ. സമ്മേളനം സി അജയപ്രസാദ് MLA ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിലുണ്ടാകുന്ന ഒരു സുഹൃത്ത് ഉൾപ്പെട്ട ലഹരിയുടെ ഉപയോഗത്താൽ ഒരു ഉദാഹരണം കൂടി നമ്മൾ ഈ സ്റ്റേജിൽ ഇവിടെ കണ്ടതാണ്. അതാണ് ജീവിതം. ഒരു ലഹരി ഉപയോഗിക്കുന്ന മനുഷ്യ ജീവിതം അതാണ്. അദ്ദേഹം തന്നെ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നു. വീട്ടുകാർക്കും നാട്ടുകാർക്കും അവകാശരായി മാറുന്നു. അദ്ദേഹത്തിന്റെ സമ്പത്ത് തന്നെ ഇല്ലാതെ വരുന്നു. അങ്ങനെയെല്ലാമുള്ള സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുന്ന എല്ലാ തരത്തിലും ഒറ്റപ്പെടുന്ന സാമൂഹിക ജീവികളായി ഇങ്ങനെയുള്ള ആളുകൾ മാറുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം എത്രയോ കാലം കൊണ്ട് നമ്മൾ തിരിച്ചറിയുക. തീർച്ചയായും അതൊരു മാറ്റമുണ്ടാകും. വിദ്യാഭ്യാസ കാര്യങ്ങളിലും സാമൂഹ്യമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം കേരളം വളരെയേറെ മുമ്പിലാണ്. വളരെ പുരോഗതി നേടിയ ഒരു സംസ്ഥാനമാണ് പല കാരണങ്ങളാൽ കേരളം. ആ കേരളത്തിൽ ഇന്ന് ലഹരി മാഫിയ താർന്നു തിന്നുന്നു എന്നുള്ളത് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് S ദേവരാജൻ അധ്യക്ഷത വഹിച്ചു. VO ഇന്ദുലാൽ സ്വാഗതം പറഞ്ഞു. കൊല്ലം റൂറൽ ജില്ലയിൽ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഏറ്റവും കൂടുതൽ ഡ്രഗ്സ് കേസുകൾ രജിസ്റ്റർ ചെയ്തതിന് SP-യുടെ പ്രത്യേക അവാർഡ് ലഭിച്ച കടയ്ക്കൽ പോലീസ് സബ് ഇൻസ്പെക്ടർ ജ്യോതിഷ് ചിറവൂരിനെ ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് S ജയമോഹൻ ജനപ്രതിനിധികൾക്ക് ആദരവ് നൽകി. അഞ്ചൽ റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ അബിത CR ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. PK രാജിമോൾ, S ആനന്ദ, ലിജു ആലുവിള, അഡ്വക്കേറ്റ് ജോജോ K എബ്രഹാം, അഡ്വക്കേറ്റ് അഞ്ചൽ സോമൻ, KG സാബു, ശ്രീദേവി, ബിജു SA, മോനിഷ് M, ഉമേഷ് ബാബു, ജാസ്മിൻ മഞ്ചൂർ, ബിജി ബാബു, രാജി, അംബിക, രാജു, ഡോക്ടർ VK ജയകുമാർ, ഫാദർ ബോബസ് മാത്യു, അഡ്വക്കേറ്റ് G സുരേന്ദ്രൻ, ലീന അലക്സ്, സിസ്റ്റർ ലിസ് മരിയ വഴേക്കളം, S ഫസിലുദ്ദീൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പ്രധാന വാർത്തകൾ വീണ്ടും. കൊല്ലത്ത് MDMA-യുമായി 2 പേർ പിടിയിൽ. പത്തനാപുരം സ്വദേശികളാണ് പിടിയിലായത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പൊന്തലക്കാരത്ത് നടത്തിയ പരിശോധനയിലായിരുന്നു അറസ്റ്റ്. സംഗീത സംവിധായകൻ രവീന്ദ്രന്റെ കുളത്തൂപ്പുഴയിലെ സ്മാരകം. മന്ത്രി PC വിഷ്ണുനാഥ് സ്മാരകം സന്ദർശിച്ചു. തുടർ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ ഉറപ്പാക്കുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ്. അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച്. BJP അംഗങ്ങളുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച്. കാട്ടുപന്നികളുടെയും തെരുവ് നായ്ക്കളുടെയും ശല്യം പരിഹരിക്കണമെന്ന ആവശ്യം. വിയറ്റ്നാമിൽ ബോട്ട് അപകടത്തിൽ മരിച്ച ദമ്പതികൾക്ക് നാടിന്റെ അന്ത്യാഞ്ജലി. വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ സംസ്കാര ചടങ്ങുകൾ. കൊട്ടാരക്കര മർത്തോമ പള്ളിയിൽ സംസ്കാരം നടത്തി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.